നമസ്തേ, മഹാഭാരതത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. വിമർശനങ്ങളും അവയ്ക്കുള്ള മറുപടികളും ശക്തമാവുകയും ചെയ്യുന്നു. കോൺഗ്രസ് അധികാരത്തിൽ തുടർന്നാൽ മുസ്ലിം പ്രീണനം തുടരുമെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംവരണം തകർത്ത് വോട്ട് ബാങ്കിന് സംരക്ഷണം നൽകാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. പ്രീണന രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള നീക്കമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള ചിദംബരത്തിൻ്റെ പ്രസ്താവനയെന്ന് അമിത്ഷായുടെ പ്രസ്താവന. കർണാടകയിലെ 28 സീറ്റും BJP തൂത്തുവാരുമെന്ന് കെ അണ്ണാമലൈ. ദക്ഷിണേന്ത്യയിലെ നാളിതുവരെയുള്ള BJPയുടെ മികച്ച പ്രകടനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കാണുക എന്നും അണ്ണാമലൈ പറയുന്നു. അങ്ങനെ സജീവമായൊരു രാഷ്ട്രീയ ചർച്ചാവേദിയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി വാർത്തകളിലേക്ക് കടക്കാം. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം നാളെ അവസാനിക്കും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 88 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടക്കുക. ജനവിധി എഴുതാൻ 3 നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ശേഷിക്കുന്നത് ഒരു രാത്രിയും ഒരു പകലും. 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 88 മണ്ഡലങ്ങളിലെ പരസ്യപ്രചരണമാണ് നാളെ വൈകുന്നേരം അവസാനിക്കുക. കേരളത്തിൽ ആകെയുള്ള 20 മണ്ഡലങ്ങളിലും നാളെ കൊട്ടിക്കലാശം നടക്കും. ഉത്തർപ്രദേശിലെ 8, മഹാരാഷ്ട്രയിലെ 8, കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 88 മണ്ഡലങ്ങളിൽ 62 NDAയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. പ്രതിപക്ഷത്തിന് 2019 ലഭിച്ചത് 25 സീറ്റുകൾ. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി, കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ, ചലച്ചിത്ര താരവും BJP നേതാവുമായ ഹേമ മാലിനി തുടങ്ങിയ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. ജനം, ഡൽഹി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കുന്നു. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ഭാരതത്തിൻ്റെ നില, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നത്? നേരത്തെ ഗൗതം തന്നെ പറഞ്ഞ വാർത്തകൾ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നാളെ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും NDA മുന്നിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ പശ്ചാത്തലത്തെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ചർച്ചകളെ ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്? ഐസൻ, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും NDAയും വലിയ മുന്നേറ്റം നടത്തിയ സിറ്റിംഗ് മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 88-ൽ 62 സീറ്റുകളും 2019 NDA വിജയിച്ച മണ്ഡലങ്ങളാണ്. അതിനാൽ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് 400 പാർ എന്ന ഒരു മുദ്രാവാക്യമാണ്. ഇത്തവണ 400 കടന്നുകൊണ്ടുള്ള ഒരു ഐതിഹാസികമായ വിജയത്തോടു കൂടിയാണ് BJP മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ പറ്റി വിശകലനം ചെയ്യുന്നത്. അതിനാൽ ഓരോ ഘട്ടവും നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 62 സിറ്റിംഗ് സീറ്റുകളിലാണ് ഈ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനാൽ സ്വാഭാവികമായും അവിടെ വിജയിക്കണം. ഒപ്പം 25 സീറ്റുകൾ പ്രതിപക്ഷ പാർട്ടികളുടേതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ തവണ 19-1 എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ച 19 UDFും 1 LDFും ആയിരുന്നു. അതിനാൽ അവിടെയെല്ലാം വിള്ളലുണ്ടാക്കി കേരളത്തിലും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലുള്ള ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കൂടി നേട്ടമുണ്ടാക്കിയാൽ മാത്രമേ BJPക്ക് 400-ന് മുകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന BJPയെ സംബന്ധിച്ച് അതിൽ കേരളം ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ കേരളം അടങ്ങുന്ന മണ്ഡലങ്ങളിലാണ് 26-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ശരി ഗൗതം, തീർച്ചയായും വളരെ ശക്തമായൊരു പോരാട്ടം ദക്ഷിണേന്ത്യയിലും BJP കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷ ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൗതം പറഞ്ഞതും അതുപോലെ തന്നെയാണ്, ശക്തമായൊരു സാന്നിധ്യമായി BJP ദക്ഷിണേന്ത്യയിലും എത്തുമെന്നാണ് സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് അധികാരത്തിലിരുന്നാൽ മുസ്ലിം പ്രീണനം തുടരുമെന്ന പ്രസ്താവനയിൽ ഉറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ദളിതുകളുടെയും പിന്നോക്കക്കാരുടെയും സംവരണം തകർത്തു. അവരുടെ പ്രത്യേക വോട്ട് ബാങ്കായ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി സംവരണം നൽകാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും അതിനെ ഭരണഘടന പോലും അവർക്ക് വിഷയമായിരുന്നില്ലെന്നും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. കോൺഗ്രസ് അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ജമ്മു കാശ്മീരിൽ ഇപ്പോഴും സൈന്യത്തിന് നേരെ കല്ലേറുണ്ടാകുമെന്നും ഭീകരർ സൈനികരുടെ തല വെട്ടിമാറ്റുന്നത് തുടരുമെന്നും രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി പറഞ്ഞു. രാജസ്ഥാനിലെ ടോങ്കിൽ മധോപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ്
പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. 2014 മോദിക്കും BJPക്കും ജനങ്ങൾ രാജ്യം ഭരിക്കാൻ അവസരം നൽകി. മറിച്ച് കോൺഗ്രസ് ഭരണം തുടർന്നിരുന്നെങ്കിൽ ജമ്മു കശ്മീരിൽ ഇപ്പോഴും സൈന്യത്തിന് നേരെ കല്ലേറുണ്ടാകുമെന്നും അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരർ നമ്മുടെ സൈനികരുടെ തലകൾ വെട്ടിമാറ്റുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് ഒരിക്കലും ചിന്തിക്കാത്ത ശക്തമായ തീരുമാനങ്ങൾ BJP സർക്കാർ നടപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. 2014 के बाद भी और आज भी अगर दिल्ली में कांग्रेस की सरकार होती तो क्या क्या हुआ होता। कांग्रेस होती तो जम्मू कश्मीर में आज भी हमारी सेनाओं पर पत्थर चल रहे होते। चलते कि नहीं चलते? कांग्रेस होती तो सीमा पार से आकर दुश्मन आज भी हमारे जवानों के सिर काटकर ले जाते। कांग्रेस सरकार कुछ न करती। മുൻകാലങ്ങളിൽ തുടർച്ചയായി നടന്ന സ്ഫോടനങ്ങൾ അവസാനിപ്പിക്കാൻ മോദിക്ക് സാധിച്ചു. സൈനികർക്ക് മാന്യമായ പെൻഷനും അവരുടെ സംരക്ഷണം ഉറപ്പാക്കാനും കോൺഗ്രസിന് താൽപര്യമുണ്ടായിരുന്നില്ല. അഴിമതിയുടെ പുതിയ വഴികൾ കണ്ടെത്താൻ മാത്രമാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചതെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ജനം, ഡൽഹി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള P. ചിദംബരത്തിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രീണന രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള നീക്കമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള ചിദംബരത്തിന്റെ പ്രസ്താവനയെന്ന് അമിത്ഷാ പറഞ്ഞു. BJP എല്ലാ വിഭാഗം ജനങ്ങളോടും നീതി പുലർത്തുമെന്നും എന്നാൽ പ്രീണനം ഉണ്ടാകുകയില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. 1960 മുതൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള കോൺഗ്രസിന്റെ ഏക ആയുധം പ്രീണന രാഷ്ട്രീയം മാത്രമാണ്. വികസന അജണ്ട നിശ്ചയിച്ച് നരേന്ദ്രമോദി എത്തിയതോടെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അതിനാൽ തന്നെയാണ് പ്രീണന നയം വീണ്ടും പ്രയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള P. ചിദംബരത്തിന്റെ പ്രസ്താവന ഈ നയങ്ങളുടെ ഭാഗമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. चिदम्बरम ये नहीं कहते हैं कि CAA में क्या बुराई है, हम CAA हटा देंगे। क्यों हटाना है? क्योंकि उनको अपनी माइनॉरिटी की पॉलिटिक्स करनी है, माइनॉरिटी वोट बैंक को मजबूत करनी है। भारतीय जनता पार्टी अपने सिद्धांतों पर अटल है। हम किसी के साथ अन्याय नहीं करेंगे, सबके साथ न्याय करेंगे, परंतु तुष्टीकरण भी किसी का नहीं करेंगे। इस नीति पर हम आगे बढ़ रहे हैं और CAA से इस देश में बहुत बड़ी तादाद में ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നീതി ലഭിക്കുക എന്നത് ഓരോ പൗരന്റെയും ഭരണഘടനാപരമായ അവകാശമാണ്. ഒപ്പം ഓരോ അഭയാർത്ഥിക്കും പൗരത്വം നൽകാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. रिलीजियस माइनॉरिटी, हिंदू, बौद्ध, जैन, सिख, इस सभी को नागरिकता मिलती है, सुरक्षा मिलती है। मैं नहीं समझता इससे कांग्रेस को क्या आपत्ति है। CAA से किसी का नागरिकता जाना नहीं है, ये भ्रांति फैला रहे हैं और एपीसमेंट की पॉलिटिक्स कर कर चुनाव जीतना चाहते हैं। പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നു മാറി വികസനത്തിന്റെ അജണ്ടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കണമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുസ്ലിംകളെയും അമുസ്ലിമുകളെയും അടിസ്ഥാനമാക്കി രാജ്യത്തെ വിഭജിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. 6 പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ചിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് ആയില്ലെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് കോൺഗ്രസ് 6 പതിറ്റാണ്ട് കാലം അധികാരം കൈയാളിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന മുദ്രാവാക്യം 1970 മുതൽ കോൺഗ്രസ് ഉയർത്തുകയാണ്. എന്നാൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലഘട്ടങ്ങളിലൊന്നും അത് സാധ്യമായില്ലെന്ന് യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷം പിന്നിട്ടു. ഇതിൽ 60 വർഷക്കാലം കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ഭരിച്ചിട്ടും 50 കോടി ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും അടിസ്ഥാനമാക്കി രാജ്യത്തെ വിഭജിക്കാനാണ് കോൺഗ്രസ് ഇപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. गरीबी हटाओ, ये 1970 के दशक में कांग्रेस ने नारा देश को दिया। गरीबी कभी हट नहीं पाई। कांग्रेस 6 दशक तक इस देश के अंदर 6 दशक से अधिक समय तक उन्होंने देश के अंदर शासन किया और इन 6 दशक से अधिक समय तक दादी से लेकर के पोते तक उसी नारे को लगा करके देश की जनता की आंखों में धूल झोंकने का कार्य कर रहे हैं। തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ BJPക്ക് അനുകൂലമായാണ് ജനങ്ങൾ വിധിയെഴുതിയത്. ഇനിയുള്ള 6 ഘട്ടങ്ങളിലും വോട്ടർമാർ BJPക്കൊപ്പം നിൽക്കുമെന്നും യോഗി വ്യക്തമാക്കി. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത്. ജനം, ഡൽഹി.
കേരളത്തിൽ BJPക്ക് ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറക്കാൻ സാധിക്കൂ എന്ന ശശി തരൂരിൻ്റെ പ്രസ്താവനയ്ക്ക് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ മറുപടി. സാധാരണക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകാൻ സാധിച്ചതിൽ BJP അഭിമാനിക്കുന്നു. വോട്ട് ബാങ്ക് മാത്രം ആലോചിക്കുന്നവർക്ക് അതിൻ്റെ വില മനസ്സിലാകില്ലെന്നും JP നഡ്ഡ വ്യക്തമാക്കി. കേരളത്തിൽ BJPക്ക് ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറക്കാൻ സാധിക്കൂ എന്നായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രസ്താവന. സാധാരണക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാനുള്ള അവസരമുണ്ടാക്കിയത് നിസ്സാര കാര്യമല്ലെന്നും അതിൽ അഭിമാനിക്കുന്നതായും ഇതിന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ എക്സിൽ മറുപടി നൽകി. വോട്ട് ബാങ്കും ഒരു കുടുംബത്തിന്റെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും മാത്രം ചിന്തിക്കുന്ന കോൺഗ്രസിന് ഒരിക്കലും അതിന്റെ വില മനസ്സിലാകില്ല. സാധാരണക്കാരെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കാറില്ലെന്നും ഇത്തരക്കാരെ കേരളവും പരാജയപ്പെടുത്തുമെന്നും JP നഡ്ഡ വ്യക്തമാക്കി. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം PM ജൻധൻ യോജന വഴി 50 കോടിയിലധികം ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകിയിരുന്നു. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ പണം ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. നരേന്ദ്രമോദിയുടെ കീഴിൽ ലോകത്തിലെവിടെയും ഭാരതീയർ സുരക്ഷിതരെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭാരതീയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി റഷ്യ-യുക്രൈൻ യുദ്ധം 4.5 മണിക്കൂർ നിർത്തിവെക്കാൻ മോദിക്ക് സാധിച്ചു. മുഴുവൻ വിദ്യാർത്ഥികളെയും സുരക്ഷിതമായി അദ്ദേഹം നാട്ടിലെത്തിച്ചുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഏത് ആഗോള സാഹചര്യത്തിലും മോദിയുടെ കീഴിൽ ഭാരതത്തിൻ്റെ പൗരന്മാർ സുരക്ഷിതരാണെന്ന് രാജ്നാഥ് സിംഗ്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിനിടയിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ മോദിയുടെ പങ്ക് ശ്രദ്ധേയം. 22,000 വിദ്യാർത്ഥികളെയാണ് മണിക്കൂറുകൾ കൊണ്ട് ഭാരതം നാട്ടിലെത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. लेकिन देखिए हमारे प्रधानमंत्री का 56 इंच का सीना मेरे बहनों भाइयों, उन्होंने कहा चिंता मत करो और उन्होंने टेलीफोन उठाया, रूस के राष्ट्रपति मिस्टर पुतिन को मिलाया, उनसे बात की, यूक्रेन के राष्ट्रपति मिस्टर जेलेंस्की से बात की और बहनों भाइयों 4.5 घंटे के लिए युद्ध रुक गया और 22,500 बच्चे हमारे भारत के वहां से अपने देश वापस आ गए. यह है हमारा भारत. ഝാർഖണ്ഡിലെ കുന്തിയിൽ ഇലക്ഷൻ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യങ്ങളിൽ ഒന്നായിരുന്നു ഓപ്പറേഷൻ ഗംഗ. മികച്ച നയതന്ത്രജ്ഞനാണ് മോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെയും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും അദ്ദേഹം ബന്ധപ്പെട്ടു. 4.5 മണിക്കൂർ യുദ്ധം നിർത്തിവയ്പ്പിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ അദ്ദേഹത്തിനായെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. ദേശീയ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി മഹാഭാരതം നാളെയും തുടരും. നമസ്തേ.